വാഗമൺ വട്ടപ്പതാൽ ആഴംകാനം റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. സ്വകാര്യ വ്യക്തികൾ മതിൽ കെട്ടി വെള്ളം ഒഴുകിപ്പോകും തടഞ്ഞതാണ് വെള്ളക്കെട്ട് രൂപപ്പെടുവാൻ ഇടയാക്കിയത്. പഞ്ചായത്തിലടക്കം നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. വാഗമൺ ആഴങ്കാന റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ജനങ്ങളുടെ യാത്ര ദുരിതത്തിലായിരിക്കുകയാണ്. വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗത്ത് സ്വകാര്യ വ്യക്തി മതിൽ കെട്ടിയടച്ചതാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം. സാധാരണ മഴ പെയ്യുമ്പോൾ തന്നെ റോഡിൽ മുട്ടറ്റം വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത്. ഈ വെള്ളക്കെട്ട് കടന്നാൽ മാത്രമേ വട്ടപ്പതാൽ ടൗണിൽ എത്താൻ കഴിയൂ. വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. ആഴങ്കാല ഭാഗത്തുള്ള 400ഓളം കുടുംബങ്ങളുടെ യാത്രാമാർഗത്തിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. അടുത്ത കാലത്താണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. അന്ന് ഈ ഭാഗം ഉയർത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ നടപടി ഉണ്ടായില്ല. കോൺക്രീറ്റ് കഴിഞ്ഞതോടെ വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗം സ്വകാര്യ വ്യക്തി മതിൽ കെട്ടിയടച്ചതോടെ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങി. റോഡ് വർഷങ്ങളായിട്ട് ഒരു വർഷത്തിന് മുമ്പ് ഈ റോഡ് കഴിഞ്ഞിടയ്ക്ക് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ കുഴിയായിട്ട് വെള്ളം കെട്ടി നിൽക്കുക. അത് പരാതിക്ക് മേളിൽ പഞ്ചായത്തിൽ പരാതി കൊടുത്തു. പഞ്ചായത്ത് മെമ്പറുമായിട്ട് സംസാരിച്ചു. ഇതിന് യാതൊരു തീരുമാനമില്ല. സ്വകാര്യ വ്യക്തികൾ ഇതിന് ടൈം മറപ്പിച്ചുകൊണ്ട് കുട്ടികളെ കൂട്ടുവാനായിട്ട് വലിയ പാടാണ്. ഇതിന്റെ താഴോട്ട് ഒരു 100-400 വീടുകളോളം താമസിക്കുന്ന ആ കുട്ടികളെല്ലാം ഈ വെള്ളത്തിൽ കൂടെ പല രോഗങ്ങളുണ്ടാകും. വേണ്ടപ്പെട്ട അധികാരികൾ അടിയന്തരമായിട്ട് ഇതിനൊരു തീരുമാനം എടുക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യമാണ്. നാട്ടുകാർ പഞ്ചായത്തിന്റെ പേരിൽ പ്രതിഷേധം അറിയിക്കുകയാണ്. നാട്ടുകാർ ഒപ്പ് ശേഖരിച്ച് പഞ്ചായത്തിൽ പരാതി നൽകി. എന്നാൽ പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. തുടർന്നും പരാതിപ്പെട്ടപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം നടപടിയെടുക്കാനും കഴിയില്ലെന്നാണ് പഞ്ചായത്ത് അംഗം പറയുന്നത്. എന്നാൽ 400ഓളം കുടുംബങ്ങളുടെ യാത്രയാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. അടിയന്തരമായി ഇവിടുത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.